യുദ്ധത്തിനു തൊട്ടുമുമ്പ് പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യങ്ങൾ കുരുക്ഷേത്രത്തിൽ അണിനിരന്നു. ഇരുവശത്തുമുള്ള സൈനികർ യുദ്ധത്തിന് തയ്യാറെടുത്തു. ഈ സമയത്ത് ധൃതരാഷ്ട്രർ തന്റെ സാരഥിയായ സഞ്ജയനോട് യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചു. സഞ്ജയൻ തത്സമയം നടക്കുന്ന കാര്യങ്ങൾ ദിവ്യദൃഷ്ടിയിലൂടെ കണ്ട് വിവരിച്ചു. യുദ്ധക്കളത്തിൽ പാണ്ഡവരുടെ സൈന്യത്തെ ധൃഷ്ടദ്യുമ്നനും കൗരവരുടെ സൈന്യത്തെ ഭീഷ്മരുമാണ് നയിച്ചത്. ഇരു സൈന്യങ്ങളുടെയും ശക്തിയും സൈനികരുടെ വീര്യവും മനസ്സിലാക്കിയ അർജുനൻ തന്റെ രഥം യുദ്ധക്കളത്തിന്റെ നടുവിലേക്ക് കൊണ്ടുപോകാൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു. അവിടെവെച്ച് തന്റെ എതിരാളികളായി നിൽക്കുന്ന പിതാമഹനായ ഭീഷ്മരെയും ഗുരുവായ ദ്രോണരെയും മറ്റു ബന്ധുക്കളെയും കണ്ട അർജുനൻ വിഷമിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിച്ചു. എന്റെ ബന്ധുക്കളെ കൊന്നുനേടുന്ന രാജ്യം എനിക്കു വേണ്ട എന്നു പറഞ്ഞ് അർജുനൻ ആയുധം താഴെവെച്ചു. ഈ സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിക്കുന്നത്. ധർമ്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ആത്മാവിന്റെ അമരത്വത്തെക്കുറിച്ചും ശ്രീകൃഷ്ണൻ അർജുനനെ പഠിപ്പിച്ചു. തുടർന്ന് തന്റെ യഥാർത്ഥ സ്വരൂപമായ വിശ്വരൂപം അർജുനന് കാണിച്ചുകൊടുത്ത് യുദ്ധം ചെയ്യാനുള്ള പ്രേരണ നൽകി. ഇത് കേട്ട് അർജുനന്റെ സംശയങ്ങൾ മാറിയതിനെ തുടർന്ന് യുദ്ധം ആരംഭിച്ചു. ആദ്യ ദിവസം ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള കൗരവസൈന്യം ശക്തമായ ആക്രമണം നടത്തി. നിരവധി യോദ്ധാക്കൾ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. ഭീഷ്മർ യുധിഷ്ഠിരന്റെ സൈന്യത്തെ കഠിനമായി ആക്രമിച്ചു. ആദ്യ ദിവസത്തെ യുദ്ധം അവസാനിക്കുമ്പോൾ കൗരവസൈന്യത്തിന് കാര്യമായ മുൻതൂക്കം ലഭിച്ചു.